പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. സുരക്ഷിത യാത്ര ഈ കഥ കേൾക്കൂ. ഞങ്ങൾ ഇത്തവണ ഓട്ടോറിക്ഷയിലാണല്ലോ സ്കൂളിൽ പോകുന്നേ. ലല്ലുമുയൽ കൂട്ടുകാരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതെന്താ മോളെ അങ്ങനെ? സ്കൂൾ ബസ്സിൽ പോവുകയല്ലേ നല്ലത്? നോനുമുയലിൻ്റെ അമ്മ ചോദിച്ചു. എല്ലാവരും ഒന്നിച്ചു കൂട്ടുകൂടി സ്കൂൾ ബസ്സിൽ പോയാൽ നല്ലതല്ലേ, എന്തിനു നീ മാത്രം കൂട്ടം വിട്ട്? ഒറ്റയ്ക്കൊരു ഓട്ടോറിക്ഷ തേടി. ഞാൻ ഒറ്റയ്ക്കല്ല, ഡിങ്കിമാനും ചിങ്കുക്കുറുക്കനും ഗോന്തുക്കുറുക്കനും ഉൾപ്പെടെ 12 പേരുണ്ട്. അയ്യോ, ഇത്രയധികം പേർ ഒരു ഓട്ടോറിക്ഷയിൽ പോകുന്നത് അപകടമല്ലേ? അത് കേട്ട് ഗോന്തുക്കുറുക്കൻ്റെ അമ്മ പറഞ്ഞു. സ്കൂൾ ബസ്സിൽ വന്നു കഴിയുമ്പോൾ പിന്നെ കളിക്കാൻ നേരം കിട്ടുന്നില്ല എന്ന പരാതിയാണ്. ഒരു 10-20 മിനിറ്റ് നേരം വൈകിയാലും കൂടുതൽ സുരക്ഷിതമായി വീട്ടിലെത്താമല്ലോ, റാബിലു മുയലിൻ്റെ അമ്മ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോന്തുക്കുറുക്കൻ്റെ ഒഴികെയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ പറഞ്ഞു, ശരിയാ, കുറച്ച് സമയം വൈകിയാലും സമാധാനമായി വീട്ടിലിരിക്കാലോ. കുഞ്ഞുങ്ങൾ സ്കൂൾ ബസ്സിൽ വരിക തന്നെയാണ് നല്ലത്. നിങ്ങൾ പറയുന്ന വാക്കുകേട്ട് കുഞ്ഞുങ്ങളെ തിക്കിത്തിരക്കിയിടുവാൻ ഓട്ടോയിൽ ഞങ്ങൾ വിടുന്നതില്ല, സ്കൂൾ ബസ് തന്നെ മതി ചങ്ങാതി. ഇത് കേട്ട് ലല്ലുമുയലിൻ്റെ അമ്മ കുറച്ച് ന്യായങ്ങൾ നിരത്താൻ നോക്കി. വിദ്യാഭ്യാസ വകുപ്പ് പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ ഞങ്ങൾ സ്കൂൾ ബസ്സുകൾ ഓടിക്കുന്നുള്ളൂ. സ്കൂൾ ബസ്സിൽ വിട്ടാൽ കൂടുതൽ സുരക്ഷിതമായി വീട്ടിലെത്താം. സ്കൂൾ ബസ്സിലെ ആയ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു. കുറച്ചു കുട്ടികളെ മാത്രം കൃത്യമായി കൊണ്ടുവിടുന്ന വിശ്വസ്തരായ ഓട്ടോക്കാരുണ്ട്, അവരാണെങ്കിൽ പ്രശ്നമില്ല. ഒരു കൊച്ചു ഓട്ടോറിക്ഷയിൽ ബാഗും കുട്ടികളുമടക്കം തിക്കിത്തിരക്കി വിടുന്നതിന് ഞാൻ എതിരാണ്, ലോലുമാനിൻ്റെ അമ്മ പറഞ്ഞു. കുട്ടികൾ പറയുന്നത് കേൾക്കണം, പക്ഷേ അവർ പറയുന്നത് മാത്രം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ വലിയ അപകടമാണ്. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഗോന്തുവിൻ്റെ അമ്മയോട് മറ്റുള്ള അമ്മമാർ പറഞ്ഞു. ലല്ലുവിൻ്റെ അമ്മയും അതിനോട് യോജിച്ചു.